അപ്പോൾ ഈ വീഡിയോയിൽ മൂന്നാറിൽ നിന്നും ദേവികുളത്തോട്ടുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. മൂന്നാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മൂന്നാറിൽ പുതുതായിട്ട് തുടങ്ങിയ ഒരു ഗാർഡൻ കണ്ടത്. അപ്സൈക്കിൾഡ് ഗാർഡൻ എന്നാണ് ഈ ഗാർഡന്റെ പേര്. മൂന്നാറിലോട്ട് വരുന്ന ഏതൊരാളും ഈ ഒരു ഗാർഡന്റെ ഫ്രണ്ടിൽ കൂടെ ആയിരിക്കും ടൗണിലോട്ട് പോകുന്നത്. ഈ ഗാർഡന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റീസൈക്കിൾഡ് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തറയിലിട്ടിരിക്കുന്ന ഈ ടൈൽസ് വരെ പ്ലാസ്റ്റിക്കിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഗാർഡന്റെ ഫെൻസ് പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ വന്യജീവികളുടെ ഫോട്ടോസും പിന്നെ മരങ്ങളുടെ ഒക്കെ ഫോട്ടോസ് അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സ്ട്രക്ചർ വെച്ചിട്ടാണ്. ഇരുമ്പ് കമ്പിയും ഇരുമ്പിന്റെ നെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആനയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മൊത്തം പ്ലാസ്റ്റിക് നിറച്ചിട്ട് ഒരു ആന ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഭംഗി എന്നതിലുപരി ഒരു എന്താ പറയാ, അവരുടെ ഒരു കലാവിരുതാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. ഇത് 70 കിലോ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചെയറാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു മാർബിൾ ചെയർ പോലൊക്കെ ഇരിക്കും, പക്ഷെ സംഭവം പ്ലാസ്റ്റിക് ആണ്. സംഭവം നല്ല സ്ട്രോങ്ങും ആണ്. ഇത് ഓട്ടോമൊബൈൽ അപ്ഹോൾസ്റ്ററി വേസ്റ്റ് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു കാട്ടുപോത്തിന്റെ രൂപമാണ്. ഇതെന്ന് പറയുന്ന കുറെ തകരപ്പാട്ടയും പിന്നെ ഈ വാഷിംഗ് മെഷീൻ്റെ പോയൊരു ഡ്രം ഇതെല്ലാം കൂടെ പെയിന്റ് ചെയ്ത് പ്രത്യേക രീതിയിൽ ഇത് ജോയിൻ ചെയ്ത് നല്ലൊരു ഭംഗിയായിട്ട് ഒരു പഴയ ട്രെയിനിന്റെ ഡിസൈനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ട്രെയിനിന്റെ റൗണ്ട് ഷേപ്പുള്ള ഫ്രണ്ട് വശം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പഴയ വാഷിംഗ് മെഷീൻ്റെ ഡ്രം പെയിന്റ് അടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ ദേവികുളത്തിനാവും. ദേവികുളത്ത് മൂന്നാർ ടീ ഗാർഡൻ എന്ന് പറഞ്ഞൊരു വലിയൊരു എസ്റ്റേറ്റ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു തേയിലത്തോട്ടമാണ്. ഏകദേശം 1500 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു തേയിലത്തോട്ടമാണ്. മൂന്നാറിൽ നിന്ന് യാത്ര തുടങ്ങി കഴിഞ്ഞാൽ മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ കാഴ്ചയാണ്. അങ്ങനെ വരുന്ന കാഴ്ചയിൽ ആദ്യത്തെ വ്യൂ പോയിന്റ് ആണ് ഈ ഒരു വ്യൂ പോയിന്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ സൺസെറ്റ് നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും. മൂന്നാറിൽ നിന്നും ദേവികുളം, ചിന്നക്കനാൽ, പൂപ്പാറ, ബോഡിമെട്ട് വഴി ബോഡിനായക്കന്നൂരിന് പോകുന്ന റോഡാണിത്. NH 85. ഏകദേശം 69 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡിനായക്കന്നൂരിൽ എത്താൻ പറ്റും. മണ്ണിടിച്ചിലിനൊക്കെ വളരെ പേര് കേട്ട ഗ്യാപ്പ് റോഡ് സ്ഥിതി ചെയ്യുന്ന ഈ റോഡിലാണ്. ഇപ്പോൾ ആ സ്ഥലമൊക്കെ വളരെ നന്നായിട്ട് ടാർ ചെയ്തിട്ടിരിക്കുകയാണ്. നല്ല വീതിയൊക്കെ കൂട്ടി നല്ല ഭംഗിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇവിടുന്ന് ദേവികുളത്തിന് ഒരു 6 കിലോമീറ്ററുണ്ട്. 20 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് പേരുടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സൺസെറ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് വരും. വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് അവിടെയും കാണാൻ കിട്ടുന്നത്. മഴയൊന്നും ഇല്ലാത്തൊരു ദിവസം വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇവിടെ വന്ന് ഈ കൽക്കെട്ടിൻ്റെ വണ്ടക്കറി ഇങ്ങനെ ഇരിക്കണം. എന്ത് രസമായിരിക്കും എന്നറിയാം. നല്ല ക്യാമറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ഫോട്ടോസും എടുക്കാം. മൂന്നാറിലെ ഈ സൺസെറ്റ് വ്യൂ പോയിന്റിൽ നിന്നും ദേവികുളത്തെ ആ മനോഹര തേയിലത്തോട്ടത്തിലേക്ക് ഇനി 7 കിലോമീറ്ററാണ് ബാക്കിയുള്ളത്. $1500 ഏക്കർ പരന്ന് കിടക്കുന്ന ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ അതിമനോഹരമായ വ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു വളവിൽ നിന്നാണ്. ഈ ഒരു ഭാഗത്ത് റോഡ് തേയിലത്തോട്ടത്തിന്റെ ഒത്ത നടുക്കൂടാണ് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഹാരിസൺ മലയാളത്തിന്റെ എസ്റ്റേറ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കയറി ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റും. വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് എന്ന രീതിയിൽ 500 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് ഫോട്ടോ എടുക്കാം, പിന്നെ ഏരിയൽ ഷോട്ടും എടുക്കാൻ പറ്റും. അപ്പം നല്ലൊരു വീഡിയോ ആയി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.